നമ്മൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കേരള കോപ്പറേറ്റീവ് യൂണിയൻ അവരുടെ ബ്രോഡ് ഫങ്ഷൻസിനെ 4 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പറയുന്നത്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് ട്രെയിനിങ്, പബ്ലിസിറ്റി, പ്രൊപ്പഗണ്ട ആൻഡ് പബ്ലിക്കേഷൻ ആൻഡ് റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി. ഇതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. എന്താണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ? we are discussing it at our state level, that is Kerala. നമ്മൾ കേരളത്തിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ ഇന്ത്യ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Then the state cooperative union Kerala realized this and made extensive arrangement for conducting member education program in the state. മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മെമ്പർ എഡ്യൂക്കേഷൻ സ്കീം സ്പോൺസേർഡ് ബൈ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ കേരള കോപ്പറേറ്റീവ് യൂണിയൻ്റെ എല്ലാ മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ നാഷണൽ ലെവലിലുള്ള കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. ദെൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കേരള ഇൻ 1957 as a pilot project and it's being implemented by the state cooperative union. Kerala as per the guidelines given by the NCUI from time to time. അതായത് നമ്മുടെ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് യൂണിയനാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളും നോക്കുന്നത്. ദെൻ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഗൈഡ് ലൈൻസൊക്കെ കേരളത്തിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈം ടു ടൈം ഓരോ സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ഗൈഡ് ലൈൻസൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഈസ് നൗ ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ as per the schemes of the utilization of cooperative education fund approved by the registrar of cooperative societies and recommended by the managing committee of state cooperative union every year. നമ്മുടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. അതെങ്ങനെയാണ്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെയും അതേപോലെ ഇതൊക്കെ ഫണ്ട് അപ്രൂവ് ചെയ്തുകൊണ്ട് ദെൻ ആരുടെയൊക്കെ റെക്കമെൻഡേഷനിൽ മാനേജിങ് കമ്മിറ്റി ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ റെക്കമെൻഡേഷനിലൊക്കെയാണ് ഓരോ വർഷവും ഡിഫറെൻറ്റ് പ്രോഗ്രാംസും എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും ഒക്കെ കണ്ടക്ട് ചെയ്യാറ്. ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ദിസ് സ്കീംസ് മെറ്റ് ഫ്രം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് remitted by cooperative societies out of their net profit. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസും നമ്മളവിടെ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റീസും എഡ്യൂക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സർപ്ലസിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർ എന്തിനു വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനിലേക്ക് മാറ്റുന്നുണ്ട്. അതാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. ആ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മുടെ കോപ്പറേറ്റീവ് യൂണിയന് ഓരോ വർഷവും ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് മീറ്റ് ചെയ്യുന്നത്. Then in the member education scheme the following programs are conducted. member education scheme following programs ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ജനറൽ വിങ് അതിൽ വരുന്നത് ക്യാമ്പ് ഫോർ SC/ST ഫോർ എംപ്ലോയീസ് ഓഫ് SC/ST സൊസൈറ്റി. SC/ST എന്നുള്ള എംപ്ലോയീസിന് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ദ മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് SC/ST സൊസൈറ്റി, ദ മെമ്പേഴ്സ് ഓഫ് SC/ST സൊസൈറ്റി. ദെൻ രണ്ടാമത് വരുന്നത് ജനറൽ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ആണ്. ജനറൽ ടൈപ്പ് ഓഫ് സൊസൈറ്റിക്ക് എങ്ങനെയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾസ്, ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതേപോലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്, ഇവരൊക്കെയാണ് ജനറൽ ടൈപ്പിൽ വരുന്നത്. ദെൻ അതർ ഷോർട്ട് ടേം കോഴ്സസ് എങ്ങനെയാണ്, ബാങ്കിങ് കോഴ്സ്, സെമിനാർ, ദെൻ ക്ലാസ്സസ് ഫോർ സ്കൂൾ കോപ്പറേറ്റീവ് സ്റ്റോൾസ്, അങ്ങനത്തെ ഇതൊക്കെയാണ് അതർ ഷോർട്ട് ടേം കോഴ്സസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ വുമൺ വിങ് ഉണ്ട്. അവിടെ എന്താണ്, മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റി, വുമൺ എംപ്ലോയീസ്, വുമൺ മെമ്പേഴ്സ്, വുമൺ പ്രോസ്പെക്റ്റീവ് മെമ്പേഴ്സ്, ഓർഡിനറി മെമ്പേഴ്സ്, സ്റ്റുഡൻസ്, ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പ്, സെമിനാർ, അങ്ങനെയൊക്കെയാണ് വുമൺ വിങ്ങിൽ വരുന്നത്. ഇൻ ദി ലാസ്റ്റ് 4 years 2004-5 to 2007-8 the following classes were organized. Cooperative training. The Kerala State Cooperative Union has the distinction of the first organization to start cooperative training in the country. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ് ഫസ്റ്റ് ഓർഗനൈസേഷൻ ടു സ്റ്റാർട്ട് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻ ദ കൺട്രി ആൻഡ് ഇറ്റ് കണ്ടിന്യൂ ടു ഡെവലപ്പ് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സ്റ്റേറ്റ്. Then the cooperative training college and training centers in Kerala situated at major district place. നമ്മുടെ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്റ്റിൽ എന്തുണ്ട്, കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സും കോളേജസും ഉണ്ട്. കേരളയാണ് അതിൽ ഒക്കെ ആദ്യമായിട്ട് കോപ്പറേറ്റീവ് ട്രെയിനിങ് ഒക്കെ നമ്മുടെ രാജ്യത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്. Then are 10 cooperative training centers and 3 extension centers established by the union at different districts in the state for conducting JDC courses. JDC courses ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ 10 കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സും 3 എക്സ്റ്റൻഷൻ സെൻറ്റേഴ്സൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
ദെൻ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റർ ട്രിവാൻഡ്രത്തുണ്ട്, കൊട്ടാരക്കര, ചേർത്തല, കോട്ടയം, ദെൻ പാലയിലുള്ളത് എക്സ്റ്റൻഷൻ സെൻ്ററാണ്, നോർത്ത് പറവൂർ ഓൾസോ എക്സ്റ്റൻഷൻ സെൻറ്റർ, തൃശ്ശൂർ, പാലക്കാട്, തിരൂർ. നമ്മളെ തിരൂർ ഒരു കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജ് ഉണ്ട്, അവിടുത്തെ സാറാണ് നാളെ നമുക്ക് ക്ലാസ് എടുത്തത്. ദെൻ കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, വയനാടുണ്ട്, കാസർഗോഡുണ്ട്. Then the cooperative training centers like care of the training program for the junior level personnel of cooperative institution in the state. ഇവരെന്താണ് നോക്കുന്നത്? ജൂനിയർ ലെവൽ പേഴ്സണൽ ഓഫ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സ്റ്റേറ്റ്. ദെൻ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് കോഴ്സസ്, അതാണ് JDC, ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് കോഴ്സസ് is a 10-month duration with 2-month practical training. 10 മാസത്തെ കോഴ്സ് വിത്ത് 2-month പ്രാക്ടിക്കൽ ട്രെയിനിങ്. അറ്റ് പ്രസൻറ്റ് ദർ ആർ 10 കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ്, ഔട്ട് ഓഫ് വിച്ച് ആർ 4 എക്സ്ക്ലൂസീവ്ലി ഫോർ SC/ST സ്റ്റുഡൻസ്. നൗ സ്റ്റുഡൻസ് അണ്ടർ ജനറൽ ബാച്ച് ആർ ഓൾസോ അഡ്മിറ്റഡ് ഫോർ SC/ST. ഇപ്പോൾ ജനറൽ ബാച്ചിലുള്ള സ്റ്റുഡൻസിനും SC/ST കാറ്റഗറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അതായത് അതിൽ SC/ST ഉണ്ടെങ്കിൽ അവർക്കും കൂടി അത് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ദെൻ ടോട്ടൽ സ്ട്രെങ്ത് പെർ കോഴ്സ് is 1328 under the general wing and 320 under SC/ST sector. 50% of the seat under general sector is received for institutional and departmental candidates and other 50% for private candidates. ഇനി അടുത്തത് HDCയെ കുറിച്ചാണ്. ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സ് വിത്ത് 12 months comprising 2 semesters of 6 months each is being conducted in 13 cooperative training all over the state. ഈ പറഞ്ഞ 13 കോപ്പറേറ്റീവ് സെൻറ്റേഴ്സിൽ HDCയും കൊടുക്കുന്നുണ്ട്. ഇത് 12 month കോഴ്സാണ്, 2 semester. The following 13 training colleges conducted HDC: ട്രിവാൻഡ്രം, ദെൻ കുറവൻകോണം. അതേപോലെയുള്ള ഈ സെൻറ്റേഴ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. Then publicity, propaganda and publication. State Cooperative Union is publishing an Anglo-Malayalam monthly called, ഒരു Anglo-Malayalam monthly publishing നടത്തുന്നുണ്ട്, കേരള കോപ്പറേറ്റീവ് ജേർണൽ എന്ന് പറഞ്ഞ്. ഇറ്റ് സർക്കുലേഷൻ ഈസ് അബൌട്ട് 10,000 കോപ്പീസ് ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ്. നമ്മുടെ സ്റ്റേറ്റിൽ അറൗണ്ട് 30,000 കോപ്പീസാണ് അതെന്ത് ചെയ്യുന്നത്, സർക്കുലേറ്റ് ചെയ്യുന്നത്. ദ ജേർണൽ പബ്ലിഷ്ഡ് ബൈ ദ യൂണിയൻ ഈസ് ക്വൈറ്റ് പോപ്പുലർ ഇൻ ഓൾ ഓവർ ദ സ്റ്റേറ്റ് ആൻഡ് കൺട്രി. This publication contains news, views, reviews, reports, discussions, government orders, circulars and register of cooperative societies. ഇത്ര കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ന്യൂസ്, വ്യൂസ്, റിവ്യൂസ്, റിപ്പോർട്ട്സ്, ഡിസ്കഷൻസ്, ഗവൺമെൻറ് ഓർഡേഴ്സ് ഉണ്ട്, സർക്കുലേഴ്സ് ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. Besides this, the November issue of journal is being published as a special number of containing 2. നവംബറിൽ ഒരു പുതിയൊരു ജേണൽ ഇഷ്യൂ ചെയ്യും, ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും. അത് 200 പേജുള്ള ഒരു സ്പെഷ്യൽ നമ്പർ, അതായത് 200 പേജ് വെച്ചിട്ടുള്ളൊരു പബ്ലിഷിംഗ് ആയിരിക്കും. ഇൻ കണക്ഷൻ വിത്ത് ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ, അത് നമ്മുടെ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷനുമായി അനുബന്ധപ്പെട്ടിട്ടാണ്. യൂണിയൻ ഈസ് കണ്ടിന്യൂയിങ് ഇറ്റ്സ് എഫോർട്ട് ടു ഇൻക്രീസ് ദ circulation of the journal. Then research and consultancy. Being non-official spokesperson of the cooperative movement in Kerala, the State Cooperative Union constituted a research wing in the head office to assess the impact of its function and explore new avenues in the field of cooperative education and training, to collect the statistical data in respect of cooperative in the state from the time to time. അതായത് റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി വിങ്ങും കൂടി എന്തിലുണ്ട്, കോപ്പറേറ്റീവ് ഫീൽഡിലുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്, പുതിയത് റിസർച്ച് ചെയ്യാനും അതേപോലെ നമ്മുടെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ പറയുന്നത് കോപ്പറേറ്റീവ് ഫ്ലാഗാണ്. എ ഫ്ലാഗ് ഈസ് എ പീസ് ഓഫ് ഫാബ്രിക് യൂഷ്വലി ബണ്ടിങ് വിത്ത് എ ഡിസ്റ്റിങ്റ്റീവ് ഡിസൈൻ യൂസ്ഡ് ആസ് എൻ എംബ്ലം ഓർ സിംബൽ to decorate, display, propagate, etc. It may be a conspicuous sign to make a position or symbolize an ideology. ഇതൊക്കെ നമ്മൾ ഫ്ലാഗിനെ കുറിച്ച് പറയുകയാണ്. ഫ്ലാഗ് എന്തിനു വേണ്ടിയിട്ടാണുള്ളത്, നമുക്ക് നാഷണൽ ഫ്ലാഗും പൊളിറ്റിക്കൽ ഫ്ലാഗ്സിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ. ദെൻ അതേപോലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് റൈറ്റ്ലി ചൂസൺ ദ റെയിൻബോ ഫ്ലാഗ്. കോപ്പറേറ്റീവിൽ ഏതാണ് റെയിൻബോ ഫ്ലാഗ് ഫോർ ഇറ്റ്സ് സിംബൽ. Scientifically speaking, rainbow is an arc of colors formed opposites to sun by the reflection of the sun rays. Then rainbow ne kurichu parayane.
റെയിൻബോ ഫ്ലാഗ് നമ്മുടെ കോർപ്പറേഷൻ ഫ്ലാഗ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇൻ 1923 as the occasion of the first international cooperative day celebration in the യുണൈറ്റഡ് കിങ്ഡത്തിൽ വെച്ച് നമ്മുടെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ ഉണ്ടായ ആ സമയത്ത് റെയിൻബോ ഫ്ലാഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. From them, flag obtained international recognition and it's considered the symbol of cooperation all over the world. All over the world അതാണ് നമ്മുടെ കോപ്പറേഷൻ്റെ സിമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. The flag is made up of the colors of rainbow, namely violet, indigo, blue, green, yellow, orange and red. The flag should be hosted with the red at top. Red ആണ് ടോപ്പിൽ. ഇൻ ദ സെക്കൻഡ് ആനുവൽ മീറ്റിംഗ് ഓഫ് ICA in 1896 നമുക്ക് ICAനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ബെർണോട്ട് പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് ഫ്ലാഗ്. അന്നാണ് കോപ്പറേറ്റീവ് ഫ്ലാഗിൻ്റെ ഐഡിയ ബെർണോട്ട് പുട്ട് ചെയ്തത്. ദെൻ ചാൾസ് ഫോവിയർ ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് ഫ്രാൻസ് ഓർഗനൈസ്ഡ് കോപ്പറേറ്റീവ് കോളനീസ്. Then he used the flag for his organization. The idea of having a flag for the cooperative had been thought of discussed by many cooperators even before 1923. 1923ക്ക് മുമ്പ് ഒരുപാട് പേര് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ കോപ്പറേറ്റീവ് ഫ്ലാഗിനെ കുറിച്ച് പിന്നെ പറയുകയാണെങ്കിൽ കളേഴ്സിനെ കുറിച്ചാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതിൻ്റെ സൂചകമായിട്ട് പറയുന്നത് വയലറ്റ് ഫെൽറ്റ് നീഡ്, ഇൻഡിഗോ ഹാർമണി, ബ്ലൂ ജസ്റ്റിസ്, green youth, growth and prosperity, yellow quality and happiness, orange courage, then red dynamic and fundamental change. Then cooperative വീക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൂലൈ കോപ്പറേറ്റീവ് വീക്ക് ഈ സെലിബ്രേറ്റഡ് ജൂലൈ 1 നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. ദിസ് ഈസ് ഡൺ ബൈ ആസ് പെർ ദ ഡയറക്ഷൻ ഓഫ് ICAയുടെ ഡയറക്ഷൻ പ്രകാരമാണ് ഇങ്ങനെ. ദെൻ നമ്മൾ എന്താണ് ചെയ്യാറ്, ആ ദിവസം നമ്മുടെ കോപ്പറേഷനെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ് നടത്താറ്. അതേപോലെ ഡിഫറെൻറ്റ് അച്ചീവ്മെൻറ്റ്സ്, ഡ്രോബാക്സ് ഒക്കെയാണ് നമ്മളതിനെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യാറുള്ളതും. അത് എന്ത് ചെയ്യാറുണ്ട്, ഡിഫറെൻറ്റ് ലെവൽസിൽ ക്ലാസ്സസ് ആയിട്ടും പല രീതിയിലുള്ള പ്രോഗ്രാംസസ് ആയിട്ടൊക്കെ നടത്താറുണ്ട്. Then as majority states in India have raining season in July, so cooperative day is being celebrated in the first Saturday of November every year. അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തെയും ഫസ്റ്റ് സാറ്റർഡേ ഓഫ് നവംബർ ആണ് കോപ്പറേറ്റീവ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. ദെൻ ഫർദർ വി ആർ ഹാവിങ് എക്സ്റ്റെൻസീവ് ഏരിയ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ ഒരുപാട് ഏരിയയിൽ കോപ്പറേഷൻ ഉണ്ട്, ഒരുപാട് ഫീൽഡിലുണ്ട്. അതുകൊണ്ട് തന്നെ കോപ്പറേഷൻ അത്ര ഒരു ചെറിയതായിട്ട് കോപ്പറേറ്റീവ് ഡേ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് വീക്ക് പറ്റില്ല എന്നുള്ളത് തന്നെ NCUI ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് 1 week ആസ് കോപ്പറേറ്റീവ് വീക്ക് ഫ്രം ഫസ്റ്റ് സാറ്റർഡേ. അതുകൊണ്ട് ഫസ്റ്റ് സാറ്റർഡേ മുതൽ ഒരു വീക്ക് നമ്മൾ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, കോപ്പറേറ്റീവ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. സബ്സിക്വൻ്റ്ലി വിത്ത് ദ ഡിമൈസ് ഓഫ് അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഹൂ വാസ് എൻ എക്സ്പോണൻറ്റ് ഓഫ് ദി കോപ്പറേറ്റീവ് ഫീൽഡ്, ദ കോപ്പറേറ്റേഴ്സ് ഇൻ ജനറൽ വാണ്ടഡ് ടു ലിങ്ക് ഹിസ് ബർത്ത്ഡേ വിത്ത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അതുകൊണ്ട് ഡിഫറെൻറ്റ് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേ കോപ്പറേറ്റീവുമായിട്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദർ അപ്പോൺ NCUI ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് കോപ്പറേറ്റീവ് വീക്ക് ഫ്രം November 14 എവറി ഇയർ. അതുകൊണ്ട് തന്നെ NCUI എന്ത് ചെയ്തു, കോപ്പറേറ്റീവ് വീക്ക് November 14 മുതൽ, അതായത് November 14 എന്ന് പറഞ്ഞ ആ ഡേ മുതലാണ് എന്ത് ചെയ്യാറുള്ളത്, കോപ്പറേറ്റീവ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോപ്പറേറ്റീവ് വീക്കിനും എന്തുണ്ട്, വളരെയധികം കോപ്പറേറ്റീവ് ഫീൽഡിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ കേരള ലെവലിൽ നമ്മൾ കേരള കോപ്പറേറ്റീവ് യൂണിയൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 4 പോയിൻറ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് ട്രെയിനിങ്, അതേപോലെ നമ്മുടെ പ്രോപ്പഗണ്ട, ദെൻ അതുകൂടാതെ റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് 4 പോയിൻ്റായിട്ട് നമ്മൾ ഈ ഡീറ്റെയിൽഡായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.